ഹലോ, കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രുതിയാണ്. അപ്പോൾ നമുക്കിതൊരു മധുരാൻ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഈലെന്ന് പറഞ്ഞ മീനില്ലേ, മളാനല്ല മധുരാനാണ്. അപ്പോൾ ഇന്ന് രാവിലെ കിട്ടിയതാണ് കേട്ടോ, ചത്തിട്ടില്ല ഇതുവരെ. അപ്പോൾ നമുക്ക് ഇന്ന് ഇത് കറി വെക്കാം. ഇവിടെ അനിച്ചേട്ടനും അനിയനും മാത്രമേ, എൻ്റെ അനിയനും മാത്രമേ ഈ സാധനം കഴിക്കുള്ളൂ കേട്ടോ. എല്ലാവരും ഒന്നും കഴിക്കുകയൊന്നുമില്ല. പിന്നെ ഇത് ഔഷധ ഗുണമുള്ള മീനെന്നാണ് പറയപ്പെടുന്നത്. ശ്വാസം മുട്ടലിനൊക്കെ നല്ലതാണെന്ന് പണ്ടത്തെ ആൾക്കാർ പറയണ കേൾക്കാം. അപ്പോൾ പിന്നെ ഏകദേശം എൻ്റെ അത്ര നീളമുള്ള മീനൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഇവിടെ കിട്ടിയിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ നമുക്ക് ചെറുതാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കറി വെച്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഈ മീൻ ആദ്യം തന്നെ ചൂടുവെള്ളത്തിലോട്ടാണ് ഇടേണ്ടത്. ജീവനോട് തന്നെ ചൂടുവെള്ളത്തിലിടുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വെള്ളം തിളപ്പിച്ച് വെച്ചിരിക്കുകയാണ്, അതിലേക്ക് ഇടാൻ പോവാണ്. ഈ മധുരാന മലഞ്ഞിന്ന് പറയും കേട്ടോ. പിന്നെ എന്താണ് ഈലെന്ന് പറയും. അപ്പോൾ നിറയെ വഴുവഴുപ്പായിരിക്കും അതിൻ്റെ ദേഹത്ത്. ചെറിയ ചൂടുവെള്ളത്തിൽ വടിച്ച് കളഞ്ഞെങ്കിൽ മാത്രമേ ആ വഴുവഴുപ്പ് നമുക്ക് കളഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചൂടാറിക്കഴിഞ്ഞപ്പോൾ പതുക്കെ ഒരു സ്റ്റീൽ ബുള്ളിട്ട് ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ തിളച്ച വെള്ളത്തിലിട്ട് എന്ന് പറഞ്ഞിട്ട് വിഷമോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ മധുരാൻ, ഊരാൻ, മളാൻ, ആമ, തെരണ്ടി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തിളച്ച വെള്ളത്തിലിട്ടിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ജീവനോട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാകണ വരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ മധുരാനൊന്നും പെട്ടെന്ന് ചാകിയൊന്നുമില്ല കേട്ടോ. രാവിലെ കിട്ടിയതാണ്. ഇപ്പോൾ ഏകദേശം 3 മണിയായി. ഇപ്പോഴും അത് ചത്തിട്ടില്ലായിരുന്നു. ഉണ്ടോ, സ്റ്റീൽ ബുള്ളിട്ട് തേക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ക്ലീനായി വരും. പിന്നെ ഈ മധുരാൻ്റെ പിന്നിലൊരു വലിയ കഥയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രാഗൺ കുഞ്ഞിനെ വിൽക്കാനുണ്ടെന്ന് പറഞ്ഞ് പരസ്യം കാണിച്ചില്ലേ. അപ്പോൾ അതുപോലെ 7 മലകൾക്ക് അപ്പുറത്ത് നിന്ന് ഊതിയാൽ പോലും ആൾക്കാർ മരിച്ചു പോകുന്ന വളരെ ശക്തിയുള്ളൊരു മീനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പുള്ളിയുടെ ശക്തി കണ്ടിട്ട് ദേവേന്ദ്രന് പോലും ദേഷ്യം വരികയും അദ്ദേഹം ഈ മീനിനെ വിളിച്ച് അടുത്ത് കൊണ്ടുവന്നിട്ട് നൈസായിട്ട് മുറുക്കി തുപ്പി വായിലിടുകയും ചെയ്തു. അതോടുകൂടി ഈ മീനിൻ്റെ ശക്തി നശിച്ചു പോയി എന്നാണ് പറയപ്പെടുന്നത്. എന്നിട്ട് ദേവേന്ദ്രൻ പറഞ്ഞു, ഇനി നീ മനുഷ്യൻ്റെ മക്കൾക്ക് ഭക്ഷണമായി തീരട്ടെ എന്ന് പറഞ്ഞു. അപ്പം അന്ന് മുതൽ ഈ സാധനത്തിന് പിടിച്ചു തിന്നു. പിന്നെ നമ്മൾ സന്ധ്യക്കൊക്കെ പുറത്തിറങ്ങുന്ന ആൾക്കാരുണ്ടാവില്ലേ, പകൽ മുഴുവൻ കിടന്നുറങ്ങിയ സന്ധ്യ ആകുമ്പോൾ പുറത്തിറങ്ങുകയും ചെയ്യുന്ന ആൾക്കാരെ ഏകദേശം മധുരാനെന്ന് പറഞ്ഞ് പേരിട്ട് വിളിക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങളുടെ മുന്നിലിരിക്കുന്നതാണ് തൂവെള്ള നിറത്തിലെ വെളുത്ത മധുര. ജാതി മധുര നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടോ, മധുര നല്ല തേച്ച് ക്ലീൻ ചെയ്ത് നല്ല വെളുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കത്രിക എടുത്തിട്ട് അതിൻ്റെ ചെറിയ ചിറകും സാധനങ്ങളൊക്കെ പറിച്ചു കളയാം. ചിറവലി പ്രത്യേകിച്ച് അധികം ചിറകൊന്നും ഇല്ല കളയാനായിട്ട്. വേസ്റ്റ് ഇല്ല. അതിൻ്റെ തല അങ്ങോട്ട് കളഞ്ഞാൽ മാത്രം മതി. എല്ലാവർക്കും ക്ലീൻ ചെയ്യാൻ അറിയാൻ പാടില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ മധുരം പിടിക്കാൻ പോകാനായിട്ട് നല്ല രസമാണ്. 6 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഇവിടുന്ന് മധുരം പിടിക്കാൻ പോകുന്നത്. അതിന് പ്രത്യേകം ചൂണ്ടയുണ്ട്, ഏരയുണ്ട്. നല്ല വലിയ മധുരാനൊക്കെയാണ് ചൂണ്ടയിൽ കൊളുത്തണമെങ്കിലുണ്ടല്ലോ, നമ്മളെ വലിച്ചത് വെള്ളത്തിലേക്ക് ഇടും. ഇനിയിപ്പോൾ
അതിൻ്റെ കഴുത്തിൻ്റെ അവിടെ നിന്ന് താഴോട്ട് കത്തി കൊണ്ട് കീറി കൊടുക്കുകയാണ്. ഇനി എൻ്റെ തല വെട്ടി മാറ്റാം. എൻ്റെ തലയുടെ അത്രയും ഭാഗം മാത്രമേ ഇതിൽ നിന്ന് പോകണുള്ളൂ. അതുപോലെ തന്നെ കണ്ട കുടലൊക്കെ ആകെ കുറച്ചുള്ളൂ. നമ്മളിപ്പോൾ 2 പ്രാവശ്യം മാത്രമേ ഇത് കഴുകിയിട്ടുള്ളൂ കേട്ടോ. ഇത് നമ്മൾ നുറുക്കി കഴിഞ്ഞിട്ട് വീണ്ടും കഴുകും. ആ ചക്കരക്ക് ഇട്ട് കൊടുത്തിട്ട് നിൻ്റെ പുറകിലിരിക്കാം. ഇപ്പുറത്ത് ടേസ്റ്റ് ഉണ്ടാവില്ല. ആ ചോറിനോട് എടുത്ത് വെച്ചോ. വൈകുന്നേരത്തേക്ക് മറ്റന്നേരത്തേക്ക് അതിൻ്റെ വീട്ടിൽ ഇനി ചെറുതായിട്ട് കട്ട് ചെയ്യണൊരു പണിയാണ്. ഇത് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത്രയും പേര് വെക്കുമ്പോ അവനായിട്ട് വരും. നമ്മളൊരു 6 കഷ്ണം കുടംപുളി, മഞ്ഞപ്പൊടി, ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാൻ പോവുകയാണ്. പണ്ടത്തെ രീതിയിലാണ് കറി വെക്കണം. ആദ്യം കുടംപുളി ഇട്ട് നന്നായിട്ട് പറ്റിക്കും. എന്നിട്ടാണ് നമ്മൾ ഒരു അരപ്പൊക്കെ ചേർത്ത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് മീത്തിലേക്ക് മഞ്ഞൾപ്പൊടി, ഒരു 6 കഷ്ണം കുടംപുളി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാൻ പോവുകയാണ്. ഈ മീത്തിന് നല്ല വേവാണുള്ളത്. അതുകൊണ്ട് കുറച്ചധികം സമയം നമ്മൾ വേവിക്കണം. അപ്പോൾ വേവിച്ച് പറ്റിച്ച് വെച്ചിരിക്കുകയാണിപ്പോൾ. ഇനി നമുക്ക് തേങ്ങ വറുക്കാനുള്ള പരിപാടി നോക്കാം. ഏകദേശം 1 തേങ്ങയോളം വേണം വറുക്കാനായിട്ട്. എന്ന് വെച്ചാൽ ഒരു 10-20 കഷ്ണം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് 1 തേങ്ങ വറുത്തെങ്കിൽ അതിനുള്ള ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടുള്ളൂ. പിന്നെ ആ തേങ്ങ വറുക്കണ വീഡിയോ ഇപ്പോൾ 2-3 വീഡിയോ ഞാനിങ്ങനെ ഇടുന്നത്. അതുകൊണ്ട് ഫുൾ ഇടുന്നില്ല കേട്ടോ. സാവകാശം വറുത്തെടുക്കാം. ഇതുപോലത്തെ വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ മാറ്റി കൊടുക്കുക. അപ്പോൾ തേങ്ങ വറുക്കുമ്പോൾ ഇടയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. ഏലക്കായും 2 വലിയ കഷ്ണം പട്ടയും 1 ടീസ്പൂൺ കുരുമുളകും കൂടി എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയൊരു മസാലയുടെ ടേസ്റ്റോട് കൂടിയാണ് കേട്ടോ നമ്മൾ ഈ കറി വെക്കുന്നത്. അപ്പോൾ ഇത് നല്ല ഗോൾഡൻ കളറായിട്ട് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. നിർത്തി കഴിഞ്ഞിട്ട് വലിയ ജീരകം ചേർത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോവേ. അപ്പോൾ വലിയ ജീരകം കൂടി ചേർത്തിട്ട് ഒന്നത് ഇളക്കി കൂട്ടി റെഡിയാക്കി വെക്കാം. ഇനി ചൂടാറുമ്പോൾ വെള്ളം ചേർക്കാണ്ട് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇത് ഇനി വറുത്തരച്ച് വെച്ചത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇതിലോട്ട് വെള്ളം ചേർക്കുമ്പോൾ ചൂടുവെള്ളം ചേർക്കുക. അതുപോലെ തന്നെ കുറച്ചധികം വെള്ളം ചേർക്കണം. ഈ സംഭവത്തിന് നല്ല വേവുണ്ട്. അപ്പോൾ അതിൽ കിടന്നൊന്ന് പറ്റുമ്പോഴേക്കും നമുക്കിവിടെ കടുകൊക്കെ താളിച്ചെടുക്കാം. കടുക് താളിക്കണില്ല, നമ്മുടെ ഉള്ളിയും മുളകൊക്കെ കൂടി മൊരിയിച്ച് മുളക് പൊടിയൊക്കെ ചേർക്കണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു ചട്ടി വെക്കാം. ഇതിവിടെ ഇരുന്ന് വെന്തോട്ടെ. അത് തന്നെ ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്.
ഇനി വേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 1.5 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു 3 വെളുത്തുള്ളി ചെറുത് അതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 6 എണ്ണം ഉണ്ട് കേട്ടോ. ഒരു 6 പച്ചമുളക്, ഒരു 10-12 ചെറിയ ഉള്ളി നന്നായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഒരു 3 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. മഞ്ഞൾപ്പൊടി നേരത്തെ ഇട്ടിട്ടാണ് കറി വേവിച്ചതല്ലോ. മറ്റേ മീൻ വേവിക്കാൻ നേരത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരു 3 ടീസ്പൂൺ മുളക് പൊടിയുടെ കൂടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ചേർത്തിട്ടുള്ളൂ. ഇനി ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാണ്ട്. ഇത് നമുക്ക് അധികം ഒരിക്കൊന്നും വേണ്ട, നേരെ നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. കറി ഇപ്പം നന്നായിട്ട് അരപ്പൊക്കെ തിളച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉള്ളി മുളകൊക്കെ മൊരിച്ചിട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചപ്പോഴേക്കും എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് കുറച്ച് കുരുമുളകും കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് മതി. എന്നിട്ട് ഒന്ന് ചുറ്റിച്ചിട്ട് നമുക്ക് ഇറക്കി വെക്കാം. അപ്പോൾ നമ്മുടെ കറി ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ല ഇടിവെട്ട് കറിയാണ്. വേറെ ഒരു കറിയും വേണ്ട ഇതിൻ്റെ കൂടെ. വേറെ എന്ത് കറി വെച്ചാലും അതൊരു ടേസ്റ്റ് ആവില്ല. അപ്പോൾ ചോറ് കഴിക്കാനായിട്ട് സൂപ്പറായിട്ടുള്ള കറിയാണ്. അപ്പോൾ ഇനി മധുരം കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ വരാം. ടാറ്റാ.